ഇതാണ് വിവോയുടെ V30e എന്ന ഫോൺ. V30 Pro എന്ന ഫോണിന്റെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇത് അതിന്റെ ഈ വേർഷൻ ആണ്. ഒരു വിവോ ഫോണൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇതിന്റെ വീഡിയോ ഒന്ന് കണ്ടിരുന്നോളൂ, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഒരു ക്വിക്ക് അൺബോക്സിംഗ് ആണ്. ഈ കാണുന്നതാണ് V30e എന്ന ഫോണിന്റെ ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ മുകളിൽ തന്നെ ഫോൺ ഇരിക്കുന്നുണ്ട്. ഫോണിന്റെ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അതിലേക്ക് വരാം. അതിനു മുമ്പ് അവിടെ ഇരിക്കട്ടെ. ബോക്സിൽ വേറെ ഡോക്യുമെന്റേഷനും അതേപോലെ തന്നെ ഒരു കേസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു ചാർജർ ഉണ്ട്, പിന്നെ ഒരു ചാർജിങ് കേബിൾ, പിന്നെ സിം ടൂളും കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അത്രയും കഴിഞ്ഞാൽ ബോക്സ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം, ഫോണിലേക്ക് വരാം. സോ ഇതാണ് വിവോ V30e. ഈ ഒരു ഫോണിന്റെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് 5500 mAh ബാറ്ററി ഉള്ള ഫോണാണ്. 5500 mAh ബാറ്ററി വെച്ചിട്ടും ഇത് വളരെ സ്ലിം ആണ്. അതായത് 7.65 mm തിക്നെസ് ഇതിന് വരുന്നുള്ളൂ. ഒപ്പം തന്നെ 179 gram വെയിറ്റ് ഈ ഫോണിന് വരുന്നുള്ളൂ. വളരെ സ്ലിമ്മും ലൈറ്റ് വെയിറ്റുമാണ് ഇത്രയും വലിയൊരു ബാറ്ററി ആയിട്ടും. അതെ, 5500 mAh ബാറ്ററി ഉണ്ട്, 44 വാട്ടിന്റെ ചാർജിങ് വരുന്നുണ്ട്. ബാറ്ററി ഏരിയകളിലൊന്നും പ്രശ്നങ്ങളില്ല. ഒപ്പം തന്നെ ലൈറ്റ് വെയിറ്റും സ്ലിമ്മുമാണ് ഈ ഫോൺ. ഇതിന് വെൽവെറ്റ് റെഡ് എന്നൊരു കളർ ഉണ്ട്. അത് വാങ്ങിക്കുകയാണെങ്കിൽ റിയർ സൈഡ് ഗ്ലാസ് ഡിസൈൻ ഉള്ളത് നിങ്ങൾക്ക് കിട്ടും. ഇതാവുമ്പോൾ പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് ഷീറ്റ് ആണ് വരുന്നത്. ഗ്ലാസ് അല്ല, ബട്ട് എങ്കിലും നല്ല പ്രീമിയം ഫീൽ തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട്. ക്യാമറയിലൊക്കെ ഒരു ജം കട്ട് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്, അതും മനോഹരമായിട്ടുണ്ട്. സോ മൊത്തത്തിൽ ഡിസൈൻ നന്നായിരിക്കുന്നു. ഒപ്പം തന്നെ ഡിസ്പ്ലേയും ഒട്ടും മോശമല്ല, കർവ്ഡ് ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ക്വാളിറ്റിയൊക്കെ 6.78 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ്. 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ്. 1300 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസും കാര്യങ്ങളും വരുന്നുണ്ട്. ബ്രൈറ്റ്നസിനൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. അതിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേയുടെ വിഷ്വൽ ക്വാളിറ്റിക്കും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നെറ്റ്ഫ്ലിക്സിൽ HDR കാണുന്നില്ല, പക്ഷേ ഫുൾ HD കണ്ടന്റുകൾ സ്ട്രീം ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ കാണുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ഡിസ്പ്ലേ. ഓവറോൾ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ ആണ്. ക്യാമറ ആണെങ്കിൽ ഫ്രണ്ടിൽ 50 മെഗാപിക്സലിന്റെ ഐ ഓട്ടോ ഫോക്കസ് സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. റിയർ സൈഡിൽ 2 ക്യാമറയാണ്. 50 മെഗാപിക്സലിന്റെ OIS സപ്പോർട്ടുള്ള ക്യാമറയുണ്ട്, പിന്നെ 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും വരുന്നുണ്ട്. ക്യാമറ സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫോട്ടോസ് നമുക്ക് ഇതിന്റെ ക്യാമറ കൊണ്ട്, മെയിൻ ക്യാമറ കൊണ്ടും സെൽഫി ക്യാമറ കൊണ്ടും എടുക്കാൻ പറ്റുന്നുണ്ട്. ഡേ ലൈറ്റിലും ഇൻഡോർ ലൈറ്റിലും ഒക്കെ എടുത്ത സാമ്പിളുകൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാമറ സാമ്പിളുകൾക്ക് പുറമെ ഇതിന്റെ ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും നമുക്ക് 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റിയും കിട്ടും. സോ നല്ലൊരു 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു വിവോ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഫ്രണ്ട് ക്യാമറ 4K വരുമ്പോൾ ഒരു സ്റ്റെബിലൈസേഷൻ കുറവുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. എന്നാൽ ഫുൾ HD ആണെങ്കിൽ നല്ല സ്റ്റെബിലൈസേഷനിൽ വീഡിയോ എടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ പുറകിൽ ഓറ ലൈറ്റ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. നമുക്ക് ഇതിന്റെ ക്യാമറയുടെ ഇന്റർഫേസിൽ ഫ്ലാഷ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓറ ലൈറ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങും. സോ നമുക്ക് ഈ ഓറ ലൈറ്റ് വെച്ചുകൊണ്ട് പല ലൈറ്റിംഗ് കണ്ടീഷനിൽ പല രീതിയിൽ ഉപയോഗിക്കാം. ഇതിന്റെ സ്ട്രെങ്ത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. നമ്മളങ്ങനെ കൂട്ടിയും കുറച്ചും കൊണ്ടും നമുക്ക് പല സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാം. ഇപ്പോൾ വളരെ ബ്ലൂ ലൈറ്റ് ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷനിൽ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നോർമലി ഫോട്ടോ ഇങ്ങനെ ഇരിക്കുമെങ്കിലും നമുക്ക് അതിൽ ഓറ ലൈറ്റ് ഉപയോഗിച്ചാൽ ഈ രീതിയിലേക്ക് മാറ്റാൻ പറ്റും. സോ ഓറ ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ഒരു സ്റ്റുഡിയോ ക്വാളിറ്റി ഇമേജ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും ഓവറോൾ ഡീസന്റ് ക്യാമറ സെറ്റപ്പ് ഈ ഫോണിലുണ്ട് വിത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് 4K സപ്പോർട്ട്. ഇനി ഇതിന്റെ പെർഫോമൻസ് നോക്കിയാൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറാണ് ഇരിക്കുന്നത്. നോർമൽ യൂസിനൊന്നും യാതൊരു വിഷയമില്ല. എന്തായാലും അത്യാവശ്യം ചെറുകിട ഗെയിമുകൾ കളിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഈ കാണുന്ന തരത്തിലുള്ള സ്മൂത്ത് ആയ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ചില പരസ്യ ആപ്ലിക്കേഷനൊക്കെ കാണാം, അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഓവറോൾ ഡീസന്റ് ആയ പെർഫോമൻസ് ബാക്കി എല്ലായിടത്തും കിട്ടും. 8GB RAM 128GB സ്റ്റോറേജ്, 8GB RAM 256GB സ്റ്റോറേജ്, 2 വേരിയന്റുകളിലാണ് വരുന്നത്. 8 5G ബാൻഡുകൾ വരുന്നുണ്ട്. 5Gക്ക് ഒന്നും പ്രശ്നമില്ല, നെറ്റ്വർക്ക് കണക്ഷനും കുഴപ്പങ്ങളൊന്നുമില്ല. ഡുവൽ നാനോ സിം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് 5G ഡുവൽ സ്റ്റാൻഡ് ബൈ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നെറ്റ്വർക്ക് കോൾ അവ കാര്യങ്ങളൊന്നും ഇഷ്യൂസ് ഇല്ല. ഇനി ഈ ഫോണിന്റെ ഒരു ക്വിക്ക് ഓവർവ്യൂ കൂടെ നോക്കിയാൽ താഴെ സ്പീക്കർ ഗില്ല്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, സിം ട്രേ, ഡുവൽ നാനോ സിം ആണ്. റൈറ്റ് സൈഡിൽ പവർ ബട്ടണും വോളിയം ബട്ടണും, ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ടോപ്പിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ കാണാം. പിന്നെ ഇതിലാകെ ഒരു കാര്യം, മോണോ സ്പീക്കറാണ് വരുന്നത്. അതിന്റെ സൗണ്ട് ക്വാളിറ്റി ഞാൻ കേൾപ്പിച്ചു തരാം. കണ്ടോ, അത്യാവശ്യം ഡീസന്റ് സൗണ്ട് ആണ്. എങ്കിലും ഡുവൽ സി സ്പീക്കർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായേനെ. ഇനി ഇതിന്റെ പ്രൈസ് കൂടി പറയാം. 8GB RAM 128GB സ്റ്റോറേജിന് 27,999 ആണ്. 8GB RAM 256GB സ്റ്റോറേജിന് 29,999 ആണ്. കൂടാതെ 10% ഇൻസ്റ്റാന്റ് ക്യാഷ് ബാക്ക് കൊണ്ട് 9 മെയ് 9 തീയതിയാണ് ഇതിന്റെ സെയിൽ ആരംഭിക്കുന്നത്. സോ മൊത്തത്തിൽ ഇതിന്റെ വിലയും കാര്യങ്ങളും എല്ലാം കൂടി പരിഗണിക്കുമ്പോൾ വിവോയുടെ ഫോണുകൾ തന്നെ എടുക്കണം. വിവോയുടെ ആ ഒരു വലിയ സർവീസ് നെറ്റ്വർക്കിംഗ് ആളുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ്. വിവോയുടെ ഈ ഫോണിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലൊക്കെ 4K വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് വലിയ കുറ്റങ്ങളൊന്നും പറയാനില്ലാത്ത, എന്നാൽ വല്ലാണ്ട് തള്ളിമറിക്കാനില്ലാത്ത ഒരു ഡീസൻ്റായ മാന്യനായ ഒരു പെർഫെക്റ്റ് ആയ ഫോണാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമൻറ്റായി ഷെയർ ചെയ്യുക. സോ അത്രയുമാണ് വിവോയുടെ V30e എന്ന ഫോണിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ അപ്പോൾ അത്രയുമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഷോർട്ട് വീഡിയോ. ഇത്തിരി ഷോർട്ടായിട്ടാണ് ചെയ്തത്. എങ്ങനെയാണെന്നുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സോ അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കണ്ടുമുട്ടാം. ബൈ.